ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മനുഷ്യരിലുണ്ടാകുന്ന പോലെ തന്നെ ചെടികൾക്കും ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് റോസയിൽ ഉണ്ടാകുന്ന ഒരു തരം ട്യൂമറാണ് റോസാ ചെടിയിലെ ക്യാൻസർ എന്നറിയപ്പെടുന്ന ക്രൗൺ ഗോൾ രോഗം. അപ്പോൾ റോസയുടെ ചുവട്ടിലായിട്ടാണ് ഈ ഒരു ട്യൂമർ കാണപ്പെടുന്നത്. റോസയിൽ മുറിവോ ചതവോ എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ സെൽസ് എല്ലാം നശിച്ചു പോവുകയും അവിടുന്ന് ഒരു ദ്രാവകം പുറപ്പെടുകയും ചെയ്യുന്നു. അത് നമ്മുടെ മണ്ണിലുള്ള ഒരുതരം ബാക്ടീരിയയുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് ബാക്ടീരിയകൾ ഈ ചെടിയിൽ കയറിപ്പറ്റും. അങ്ങനെയാണ് സാധാരണയായിട്ട് ഈ രോഗം കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂമറിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇതിനൊരു വൈറ്റ് കളറായിരിക്കും. പിന്നീടത് സൈസ് വലുതായിട്ട് ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറുകയും ചെയ്യും. അവിടെ ഇരുന്ന് ഇത് പെരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ റോസയിലെ ട്യൂമർ അല്ലെങ്കിൽ റോസയിലെ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നല്ല മൂർച്ചയുള്ളൊരു കത്തിയോ ബ്ലേഡോ, അപ്പോൾ അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ തണ്ടിലൊന്നും കൊള്ളാത്ത രീതിയിൽ പതുക്കെ വേണ്ടത്, നല്ല കട്ടിയാണ് ഇതിന്. അപ്പം നമ്മൾ പതുക്കെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കളയാം. ഞാനിപ്പോൾ ഇവിടെ നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ട്യൂമർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ റോസയിലുള്ള ഉണങ്ങിയ കമ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂമറൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് പൊട്ടിക്കിളിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കത്തിയോ ബ്ലേഡോ എന്തോ ആവട്ടെ, അത് നമ്മൾ ഡെറ്റോൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നെയില്ല. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടിയിൽ നിന്നിത് കട്ട് ചെയ്ത് കളയുക എന്നതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ആ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ എങ്ങും ഇടാതെ നമുക്ക് ഉടനെ തന്നെ അത് നശിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ വീണ്ടും മറ്റ് ചെടിയിലേക്കൊക്കെ ഈ രോഗം വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാനിത് ഉടനെ തന്നെ തീയിട്ടിട്ട് കത്തിച്ച് കളയുമായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബഡ് യൂണിയനിലോ റോസയുടെ തണ്ടോ ഒന്നും മുറിയാതെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ സാഫ് ഉപയോഗിക്കാം, കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ ഒരല്പം വെള്ളവുമായിട്ട് കൂട്ടിച്ചേർത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മൾ ഈ മുറിച്ച ഭാഗത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. അതിൻ്റെ ചുവട്ടിലുമൊക്കെ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. സാധാരണയായിട്ട് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫംഗിസൈഡ്, അതായത് സാഫോ മഞ്ഞൾപ്പൊടി എന്തെങ്കിലും തേച്ചതിന് ശേഷം ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മണ്ണിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ചിലപ്പം കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് റീപോർട്ട് ചെയ്യുന്നില്ല, ഇതിൽ തന്നെ നിർത്തുവാണ്. ഇങ്ങനെ ഒരു 1-2 തവണയൊക്കെ വീണ്ടും ഇത് വരികയാണെങ്കിൽ നമുക്ക് ഈ ചെടി മുഴുവനായിട്ട് തന്നെ നശിപ്പിച്ച് കളയണം. അപ്പം നേരത്തെ എനിക്കിതുപോലെ തന്നെ ഒരു റോസയിൽ വന്നായിരുന്നു. അപ്പോൾ ഈ ഇതുപോലെ തന്നെ ചെയ്തിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്ക് നല്ലപോലെ പൊട്ടിക്കിളിച്ച് വീണ്ടും ഇഷ്ടം പോലെ പൂവിടാനൊക്കെ തുടങ്ങി. ഇതുവരെ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2 തവണയൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടും വീണ്ടും വരുവാണെങ്കിൽ മാത്രം നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇഷ്ടം പോലെ പൂവും കാര്യങ്ങളൊക്കെ ആവും. അപ്പം നമ്മുടെ ചെടിയുടെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാതെ എന്നിട്ട് ക്രമേണ നമ്മുടെ ചെടി മുഴുവനായിട്ടും നശിച്ചു പോകും. അങ്ങനെയാണ് ഇതിനെ റോസയിലെ ക്യാൻസർ എന്നറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.